കോളേജിൽ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഒരു വിദ്യാർത്ഥി പ്രതിഷേധവും കാര്യമായിട്ട് അവിടെ ഉയർന്നു വരുന്നില്ല. അന്ന് ഈ ഇഷ്യൂ നടന്നതിന് ശേഷം എല്ലാ വിദ്യാർത്ഥി സംഘടനകളും സംഘടിച്ച് ഡെന്റൽ കോളേജിന് മുമ്പിൽ സമര പോരാട്ടം ആരംഭിച്ചിരുന്നു. അപ്പൊ നമ്മള് യഥാർത്ഥ ഈ വിഷയത്തെ ചെറിയ തള്ളിക്കയറ്റമൊക്കെ ഉണ്ടായി, അത് ഞാൻ ശ്രദ്ധിച്ചു. അതിനുള്ള പക്ഷേ നമ്മളെ ഇതുപോലൊരു സംഭവം ഉണ്ടായാൽ കേരളം സാറിനെ പിടിച്ചു കുലുക്കുന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാകാറുണ്ട്. അതെ, അതിന്റെ ഫസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചത് ഇത് എങ്ങനെയാണ് ഇത് സർക്കാർ കൈകാര്യം ചെയ്യുന്നത്, അതിന്റെ മൂവ്മെന്റ് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. സമരം സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് പോലീസ് കമ്മീഷണർ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് കേരളത്തിൽ എല്ലാവരും ഒരു നിമിഷം സ്റ്റക്കായി പോയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായ അന്വേഷണത്തിൽ ഒരു ലോൺ ആപ്പിന്റെ ഇടപെടലുണ്ട്, മറ്റെന്തെങ്കിലും ഇടപെടൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അധ്യാപകരുടെ പേരുപയോഗിച്ച്. ആ സ്റ്റേറ്റ്മെന്റ് ആണോ ലോൺ ആപ്പിലേക്ക് കാര്യങ്ങൾ മാറിയത്? സ്വാഭാവികമായിട്ട് ചർച്ചകൾ പോലും ആ രൂപത്തിൽ കൊണ്ടുപോകുന്ന രൂപത്തിൽ, സമരത്തെ നിയന്ത്രിക്കുന്ന രൂപത്തിലൊക്കെ വന്നു. ഞാൻ വ്യക്തിപരമായി MSFന്റെ അഭിപ്രായമായി ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് അടുത്ത ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് 2 സംഘടനകൾ വീട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ പരിഹരിക്കപ്പെടേണ്ടത് നീതിയായിരുന്നു വേണ്ടിയിരുന്നത്. ഞങ്ങൾ പറഞ്ഞു, ഒരു വിദ്യാർത്ഥി പഠിക്കാൻ മിടുക്കനായ വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാഹചര്യം ഒരുക്കാൻ വിദ്യാർത്ഥി സമരം മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ ഒരു സെറ്റിൽമെന്റ് മൂവ്മെന്റ് പോലെ വീട് പ്രഖ്യാപിക്കുന്നു, താൽക്കാലികമായി വേറെ രൂപത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടുന്നു. ഈ വിഷയം ഉണ്ടായപ്പോൾ ഞങ്ങൾ വീണ്ടും പറഞ്ഞു, പോസ്റ്റ്മസ് ഡിഗ്രി ആഗ്രഹിക്കുന്ന കുട്ടിയാണ് അയാൾ, കൊല്ലപ്പെട്ടു പോയി. അപ്പോൾ അയാൾക്ക് അത് അനുവദിച്ചു കൊടുക്കാനുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടിയിരുന്നത്. ഞങ്ങൾ അന്ന് പറഞ്ഞു, ഇനി അതല്ല, സെറ്റിൽമെന്റിന്റെ ഭാഗമായി വീടുകൾ കൊടുക്കാനല്ല വേണ്ടത്, നീതിയാണ് വേണ്ടത്. ഇവിടെ ആദ്യ സംഭവമല്ലല്ലോ. നമ്മുടെ കേരളത്തിൽ തന്നെ വ്യത്യസ്ത സർവകലാശാലയിൽ ഇതേപോലുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ കൃത്യമായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാവില്ല എന്ന തിരിച്ചറിവാണ് സ്വാഭാവികമായും ഇത്തരം ഘട്ടം തുടരാനുള്ള സാഹചര്യം ഒരുക്കിയത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.